നമസ്കാരം. ബസൂക്കൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബസൂക്ക രാവിലെ തന്നെ പോയി കണ്ടു. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എൻ്റെ മാത്രം അഭിപ്രായമാണ്. അതായത് എനിക്ക് ഒരു വലിയ ഇതായിട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ അകത്തെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായാലോ അല്ലെങ്കിൽ മറ്റുള്ള മമ്മൂക്കാൻ്റെ സീനായാലോ ഇതൊന്നും കുഴപ്പമില്ല. ഗൗതം മേനോനൊക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ചില സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇഴച്ചൽ അനുഭവപ്പെടുന്നുണ്ട്. അതുമാത്രമല്ല ഒരു ഉറക്കം തൂങ്ങുന്നത് പോലെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുമാതിരി കോമിക്കോള പോലെ ആകുന്നുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലേക്കും വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു വലിയൊരു ത്രില്ലിംഗ് ആയിരിക്കും, ഒരു സംഭവമായിരിക്കും എന്നൊക്കെ നമ്മളെ അക്സെപ്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ലാതാകുന്ന ഒരു ഇതാണ് കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പോകുന്നത്. പക്ഷേ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് എന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനായിട്ടുണ്ട്, എല്ലാ ചേരുവകളും. അതായത് ഒരു പുതുമുഖ സംവിധായകൻ എന്താണ് അയാളുടെ മനസ്സിലുള്ളത് അത് മുഴുവൻ എന്ന് പറഞ്ഞാൽ സിനിമയിൽ ചേർത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്ക് കൂടുതൽ ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ ദഹിക്കത്തില്ല. അതായത് ന്യൂ ജനറേഷൻ ആൾക്കാർക്കും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ആ ഒരു ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയുന്നവർക്കും ഇത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. അല്ലാതെ അവർക്ക് എന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പണ്ടത്തെ നമ്മുടെ ടോം ആൻഡ് ജെറിയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുന്നത് പോലെ ഉണ്ടാകുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക കുറച്ച് ഓവറായോ എന്നുള്ള ഒരു സംശയമുണ്ട്. അതായത് പണ്ട് മമ്മൂക്കാൻ്റെ ഒരു ഭൂതം എന്ന് പറയുന്നൊരു സിനിമ ഇറങ്ങിയപ്പോൾ അതിൻ്റെ അകത്തുള്ള നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അകത്തുള്ള കഥാപാത്രത്തെ പറ്റിയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു അഭിനയിക്കുന്നതാണോ എന്നുള്ള തരത്തിൽ നമുക്ക് തോന്നിപ്പോകും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ അനാവശ്യമായിട്ട് എന്തോ സൈക്കോ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറേ പിന്നെ ചിലങ്കകൾ ഇട്ട് നടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. മമ്മൂക്കാൻ്റെ റോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെ അക്സെപ്റ്റ് ചെയ്ത പോലെ തന്നെ അദ്ദേഹം എന്താണ് ആ ഒരു ക്യാരക്ടറിന് കൊടുക്കേണ്ടത് അതൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കഥ കൊണ്ടുപോകുന്നതിൽ സംവിധായകൻ കുറച്ച് പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതായത് പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ എന്താ പറയുക, ആദ്യമൊക്കെ നല്ല പഞ്ചിൽ വന്നിട്ട് അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു വേറൊരു തലത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആറാട്ടണ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ചില ഡയലോഗുകളുണ്ട്. അതായത് പിന്നെ ദീപാവലി കഴിഞ്ഞോടെ എന്നൊക്കെ ചോദിക്കുന്നത്, അങ്ങനെയുള്ള ചില ഡയലോഗുകൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടിയൻ എന്ന് പറയുന്ന സിനിമയിൽ കുറച്ച് കഞ്ഞി എടുക്കട്ടെ മാണിക്ക എന്ന് ചോദിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ഡയലോഗിന് അവിടെ ആവശ്യമുണ്ടോ? ഒരിക്കലും ആവശ്യമില്ല. അതായത് വെറുതെയെങ്കിലും മനുഷ്യന്മാർ എന്താ പറയുക ബോറടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേ വെടി സീനുകൾ ഇങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് നമ്മളൊക്കെ ഇത് എന്താ പറയുക ഇംഗ്ലീഷ് സിനിമകൾ എടുക്കാൻ വേണ്ടി നോക്കിയതാണെങ്കിലും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നത്. നമുക്ക് ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടുത്ത രംഗം എന്താണ്, അടുത്ത ആരാണ് എന്നൊന്നുള്ള ഒരു ഇതൊന്നും തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഒരു ത്രില്ലിങ്ങേ തോന്നുന്നില്ല. അതായത് ഇതിങ്ങനെ വരത്തുള്ളൂ, ഇതിങ്ങനെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് മുൻകൂട്ടി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അതാണ് ഇവിടെ ഈ തിയേറ്ററിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ മമ്മൂട്ടി ആരാധകരുണ്ട്, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ തൃപ്തിപ്പെടുന്ന സിനിമ തന്നെയാണ്. കാരണം മമ്മൂക്കയുടെ ആ സ്ലോ മോഷൻ ഞാൻ പറഞ്ഞല്ലോ, ആ BGM കാര്യങ്ങളൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ എന്താ പറയുക ഒരു തട്ടുപൊളിപ്പം പടം തന്നെയാണ്. അപ്പോൾ ആരാധകർക്ക് നല്ല രീതിയിൽ അർമാദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇതൊക്കെയുണ്ട്. പക്ഷേ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിൽ ഇതൊരു പിന്നെ എന്താ പറയുക നമുക്ക് അധികം ആൾക്കും അങ്ങനെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെയല്ല, എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്തവരൊക്കെ പഴഞ്ചന്മാരാണ്, എങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരിക. അതൊന്നുമല്ല, കാരണം ഇതിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്ന, അതായത് ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വയസ്സും ഒരു 8 വയസ്സും 9 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് വർക്കാവും എന്നുള്ളതാണ്. അവർക്ക് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫോൺ കുട്ടികളെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ടെക്നോളജിയും ഗെയിമും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ നമ്മൾ പ്രത്യേകിച്ച് എന്ന് പറയുന്നത് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഏതായാലും പടം പിന്നെ എനിക്ക് 2.75-3 മണിക്കൂറിനടുക്കുണ്ട്. ഈ 3 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലിച്ചു നീട്ടലാണ്. അതായത് ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ട ഒരു സംഭവം എന്തിനാണെന്നറിയില്ല കുറേ ഇങ്ങനെ നടത്തത്തിനും ഒരുപാട് ഇതാക്കി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഥ കൊണ്ടുപോകുന്ന ലെവലുകൾ നമുക്കൊന്നും ചില ആൾക്കാർക്കൊന്നും മനസ്സിലാവില്ല ഇത്. അതായത് നമ്മൾ പോയിട്ട് സിനിമ കാണുക, എന്താണ് സംഭവിച്ചത്, ആരാണ് പേര്, എന്താണ് പേര് എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഏതായാലും സംവിധായകൻ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഒരു വെറൈറ്റി വേണം സിനിമയിൽ
എന്നുദ്ദേശിക്കുന്ന ഒരു സംവിധായകനാണ്. അയാൾക്കൊരു ഭാവിയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് ഈ ഒരു പടം നോക്കണ്ട, ഇനി വരുന്ന പടത്തിലും അയാൾ വേറൊരു തലത്തിൽ ഇത് കൊണ്ടുപോകാൻ, ഇങ്ങനെയുള്ള പടങ്ങളാണെങ്കിൽ അത് കൊണ്ടുപോകാൻ അദ്ദേഹം ശ്രമിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ആറാട്ട് തന്നെയായിരുന്നു മമ്മൂക്കയുടെ ഈ പ്രായത്തിലും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴച്ചൽ, പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് വെറുപ്പിക്കുന്ന കുറച്ച് സീനുകൾ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. പിന്നെ എനിക്ക് മമ്മൂക്കയോട് പറയാനുള്ളത് ഈ പിന്നെ എന്താ പറയുക, ഷൈം ടോം ചാക്കോനെയൊക്കെ ഒഴിവാക്കാനായതിന്. അതായത് എല്ലാ സിനിമയിലും ആ ഒരു ചെങ്ങാതിൻ്റെ മുഖം കാണിച്ച് തുടങ്ങണം എന്ന് വലിയ നേർച്ചയൊന്നുമില്ലല്ലോ. അവനെയൊക്കെ ഒഴിവാക്കാനായിരുന്നു. കാരണം അവൻ്റെ പ്രസ്താവനകളൊക്കെ നമ്മൾ ഇന്നലെ കേട്ടതാണ്. അതായത് ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യും, അതിന് വേണ്ടിയിട്ട് അതായത് കഞ്ചാവ് അടിക്കേണ്ട സീന് വന്നാൽ ഞാൻ കഞ്ചാവ് അടിക്കും, മയക്കുമരുന്ന് അടിക്കേണ്ട സീന് വന്നാൽ ഞാൻ മയക്കുമരുന്ന് അടിക്കും, സിഗരറ്റ് വലിക്കേണ്ട സീന് വന്നാൽ ഞാൻ സിഗരറ്റ് വലിക്കും, അതുപോലെ തന്നെ മാനഭംഗപ്പെടുത്തേണ്ട സീന് വന്നു കഴിഞ്ഞാൽ ഞാൻ മാനഭംഗപ്പെടുത്തും എന്നുള്ള തരത്തിലാണ് അയാൾ പറയുന്നത്. കഥാപാത്രത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒറിജിനാലിറ്റി എടുക്കാൻ വേണ്ടി തയ്യാറാണ് എന്നുള്ള തരത്തിലാണ് ഈ ഷൈം ടോം ചാക്കോ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ പോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ മമ്മൂക്ക ഇനിയെങ്കിലും കുറച്ചുകൂടി ശ്രദ്ധിക്കണം. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എന്ന് പറഞ്ഞാൽ കൂടെ നിർത്തുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഉള്ള പേരും കൂടി പോയി കിട്ടും എന്നുള്ളതാണ്. എന്തിനും ഇവനെയൊക്കെ ഇങ്ങനെ ഈ സമൂഹത്തോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത, ഒരു കൂറുമില്ലാത്ത, ഒരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത ഷൈം ടോം ചാക്കോനെ പോലെയുള്ള ആൾക്കാരെ ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ നിന്ന് തന്നെ ബഹിഷ്കരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ ക്യാരക്ടറും അവരുടെ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞതാണ്. അവരൊക്കെ മരുന്നടിക്കാറാണ്, അതുപോലെ വലിയ വലിയ റാക്കറ്റുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും അറിയാം, അന്വേഷണവും കാര്യങ്ങളൊക്കെ നേരിടുന്നതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പണ്ട് ഒരു ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഏതായാലും അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഞാൻ ബസൂക്കയിലേക്ക് തന്നെ വരാം. ബസൂക്ക എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡും അതുപോലെ മെഗാസ്റ്റാർ എന്ന് പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന ടൈറ്റിൽ കാർഡൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർ എന്ന് പറഞ്ഞാൽ അർമാദിച്ച് ചിരിക്കുന്നുണ്ട്, അർമാദിച്ച് കൂവുന്നുണ്ട്, അർമാദിച്ച് കൈയടിക്കുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താണ്, മമ്മൂക്കൻ്റെ ഏത് സിനിമ വന്നു കഴിഞ്ഞാലും അതിനൊരു പ്രത്യേക ഓഡിയൻസ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതായത് മമ്മൂക്കയ്ക്ക് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ സിനിമ മാത്രം കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് എന്ത് കൊടുത്തു കഴിഞ്ഞാലും മമ്മൂക്ക അതിൻ്റെ അകത്ത് അഭിനയിച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അങ്ങനെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് തൃപ്തിയാകുന്ന ഒരുപാട് ആൾക്കാർ ഈ മമ്മൂക്കൻ്റെ ഓഡിയൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൽ മുന്നേ ഇറങ്ങി ഡൊമിനിക് ആണെങ്കിൽ, ആ ഡൊമിനിക്കിന് എന്ന് പറഞ്ഞാൽ കുറച്ച് ക്ഷീണം പറ്റിപ്പോയിരുന്നു. പക്ഷേ ഈ ഡൊമിനിക് എന്ന് പറയുന്ന സിനിമ, അതായത് ഗൗതം മേനോൻ്റെ സിനിമയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ആയിപ്പോയതെന്ന് നമുക്കൊരു സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം കളക്ഷനൊക്കെ നേടിയ ഒരു സിനിമ തന്നെയാണ്. ഈ ബസൂക്കയിലേക്ക് വരുമ്പോഴും ഞാൻ അത് തന്നെയാണ്, ഇതിനകത്ത് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കയും അതുപോലെ തന്നെ ഗൗതം മേനോനും തമ്മിലുള്ള രംഗം തന്നെയാണ്. ഈ ഗൗതം മേനോൻ എന്ന് പറയുന്നയാൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു വൈബാണ് ഏത് സിനിമയിലും. എനിക്ക് തോന്നിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഗൗതം മേനോനും അതുപോലെ ഈ ദിലീഷ് പോത്തൻ, പിന്നെ എന്ന് പറഞ്ഞ് അലൻസിയർ പിന്നെ തല്ലിപ്പൊളിയാണെങ്കിലും ചില സീനുകളിലൊക്കെ ഭയങ്കരമാണ്. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മമ്മൂക്കാൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതൊരു വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ ബസൂക്ക എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ പോയി കാണുക. എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെയാണ് ഇത് ഇഷ്ടപ്പെടുന്നത്. കാരണം ഒരു ടെക്നോളജി സിനിമയാണ്. ആ ടെക്നോളജി പരമായിട്ടാണ് ഇത് പോകുന്നത്. ഒരു ടെക്നോളജി ത്രില്ലർ എന്ന് പറയാവുന്ന ഒരു സിനിമ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, ടെക്നോളജിയുമായിട്ട് നല്ല പരിചയമുള്ളവർക്ക് ഇത് നല്ല രീതിയിൽ വർക്കൗട്ട് ആകും. അല്ലാത്തവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വിഷമം, കുറച്ച് ഇതുണ്ട്. മമ്മൂക്കയുടെ ആ ഒരു കാര്യങ്ങളും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നേ ഇറങ്ങിയ പല സിനിമകളും കാണുന്നത് പോലെയല്ല ഈ ഒരു സിനിമ. ഇതൊരു വേറൊരു ലെവല് സിനിമയാണ്. കാരണം മറ്റേതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവല് സിനിമയാണ്. അപ്പോൾ മമ്മൂക്കയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അഭിനയിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം ഈ ടെക്നോളജി പരമായിട്ടൊക്കെ ഭയങ്കരമായിട്ട് റിസർച്ച് ചെയ്യുന്നൊരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂക്കയ്ക്ക് ഇത് ഭയങ്കര എൻജോയ്മെൻറ്റ് ചെയ്തിട്ട് അഭിനയിച്ചത് തന്നെ ആയിരിക്കാം. അപ്പോൾ ഏതായാലും നിങ്ങളിപ്പോൾ ആവശ്യക്കാരൊക്കെ പോയി കാണുക. നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.